നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഒരു ജ്യോതിഷന്റെ പ്രവചനം അത് സത്യമാകാം, ചിലപ്പോൾ സത്യമാവാതെയും ഇരിക്കാം. പക്ഷേ ഒരു കാര്യം സത്യമായി പ്രവചിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് കണ്ടില്ല നടിക്കാൻ കഴിയുക? ന്യൂസ് 18 കേരളം നടത്തിയ അഭിമുഖം, കലിയുഗ ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നായരുമായിട്ട് നടത്തിയ അഭിമുഖം 2025 ഡിസംബർ 28 നടത്തിയ അഭിമുഖത്തിന്റെ ഒരു കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അത് 2025 ഡിസംബർ 28 പ്രവചിച്ച ഒരു ജ്യോത്സ്യന്റെ വാക്കുകളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞൊരു വാചകമാണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ ആ വാചകമാണ് പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ നേരത്തെ പ്രീ പ്ലാൻഡ് ആയിട്ട് എടുത്ത ഇന്റർവ്യൂ ഒന്നും അല്ല, ഇത് ഏകദേശം ഒരു 5-6 മാസം മുമ്പ് എടുത്തു വെച്ച ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ വാചകങ്ങളാണ് പ്രേക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ വേണമെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് കൂടി വെക്കാം. നമ്മുടെ ചാനലിൽ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. അതിന്റെ ഇന്റർവ്യൂ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ തന്നെ കണ്ടു നോക്കൂ. കൃത്യമായ പ്രവചനമാണ്. അതായത് നമ്മളിപ്പോഴും മുഖ്യമന്ത്രി ആരെന്നുള്ള ചോദ്യത്തിന് 11 ദിവസമായിട്ട് കേരളം ഉത്തരം തേടി നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹം 5-6 മാസങ്ങൾക്ക് മുമ്പ് തന്നെ വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകും എന്ന തന്നെ രീതിയിലേക്ക് വന്നു. ഹൈക്കമാൻഡിലേക്ക് ഡിസിഷനിലേക്ക് പോവുകയാണെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞാൽ പോലും അൾട്ടിമേറ്റ്ലി വി.ഡി. സതീശൻ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് അദ്ദേഹത്തിന്റെ പ്രവചനം കൃത്യമായി അതേപോലെ രീതിയിൽ സംഭവിച്ചു എന്നതിനെ പറ്റിയാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. UDF മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാരാകുന്നുള്ള ഒട്ടനവധി നേതാക്കൾ ഉണ്ട്. അതിനകത്ത് തന്നെ തർക്കങ്ങൾ നടക്കുന്നു. അല്ല, ഇതിനകത്ത് UDFന് ഇടയ്ക്ക് അവർ തർക്കം അവരുടെ രീതിക്ക് അവർ മുഖ്യമന്ത്രി നോക്കും. എങ്കിലും ഏറ്റവും കൂടുതൽ എൻ്റെ പ്രവചനം അനുസരിച്ച്, എല്ലാം ഞാൻ എൻ്റെ എന്ന് പറയും, മറ്റുള്ളവരുടെ അല്ലേ, എൻ്റെ പ്രവചനങ്ങളും എൻ്റെ ഇതും അനുസരിച്ചുള്ള റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി ആവാനുള്ള ചാൻസ് ഉണ്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രിയോ എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്യും. പിന്നെ വന്നിട്ട് ഇവർ മൂർത്തിച്ച് പോവുകയാണെങ്കിൽ ഹൈക്കമാൻഡ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാകും. മനസ്സിലായില്ലേ? ഇങ്ങനെ വലിയൊരു പ്രോബ്ലമൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ വരും. അദ്ദേഹത്തിനെ അവിടെ നിന്ന് വിടില്ല ഹൈക്കമാൻഡ്, എങ്കിൽ പോലും അദ്ദേഹത്തിനെ വെച്ചിട്ട് കോംപ്രമൈസ് ചെയ്ത് ഞാൻ കണ്ട ഒരു രീതിയിലനുസരിച്ചാണ്. മനസ്സിലായി. അല്ല, ഒരു ജസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്, പ്രതിപക്ഷ നേതാവിനേക്കാൾ ഒരു കൂടുതൽ സ്ഥാനം ചിലപ്പോൾ ACC ജനറൽ സെക്രട്ടറി കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. അങ്ങനെ അതായത് ഇപ്പം KC വേണുഗോപാലിന് കിട്ടുമ്പോൾ പ്രതിപക്ഷ നേതാവിനെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് അങ്ങനെ പ്രതിപക്ഷ നേതാവിനെ മാറ്റിയില്ല. ഒരു പാർട്ടിക്കകത്ത് ഇപ്പം നമ്മളെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കിയാൽ അവിടെ നമ്മുടെ അച്ഛനാണ് ഹൈക്കമാൻഡെങ്കിൽ അച്ഛൻ ഒരു തീരുമാനം എടുക്കും. അമ്മ പറഞ്ഞു നോക്കും, മക്കളെ അടികളൊന്നും കൂടരുത്, നീയൊക്കെ എൻ്റെ മക്കളാണ്, 2 കണ്ണാണെന്നൊക്കെ പറഞ്ഞു നോക്കും. അല്ലെങ്കിൽ പിന്നെ അച്ഛൻ വരും. അച്ഛൻ വന്നിട്ട് പറയും, എനിക്ക് ഒരു കാര്യം ചെയ്തിട്ട് വെളിയിൽ നിന്ന് ഒരുത്താവട്ടെ എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം പ്രോബ്ലം വരും. ആവണമെങ്കിൽ ആരെങ്കിലും ഒരാൾ കോംപ്രമൈസ് ചെയ്ത് കൊടുത്താൽ ആവും, അല്ലെങ്കിൽ വേണുഗോപാൽ മുഖ്യമന്ത്രിയാവും. സതീശൻ്റെ കാര്യം തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അദ്ദേഹത്തിനാണ് ചാൻസ് കൂടുതൽ. ബൈ ചാൻസ് ഇങ്ങനെ ഒരു ഇഷ്യൂസ് വന്നാൽ, ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ ആംഗിളും നോക്കും. ജ്യോതിഷത്തിൽ നോക്കുമ്പോഴും 18 ആംഗിൾ നോക്കിയിട്ടാണ് പറയുന്നത്, ഒരു ആംഗിൾ നോക്കിയിട്ടല്ല പറയുന്നത്. ഇതിനെല്ലാം ആംഗിളുണ്ട്. ഇപ്പോൾ നമ്മളൊരു മൊബൈൽ എടുത്താൽ എല്ലാവർക്കും ഈ ആംഗിൾ അറിയാം, മുകളിലൊരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്. അപ്പോൾ അത് വേറെ ആൾക്കാർ ശ്രദ്ധിക്കും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതാണ് ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ആ പോയിന്റ് അങ്ങ് പറയും. അപ്പോൾ അത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ജ്യോതിഷത്തിനെ കുറിച്ച് പറയുമ്പോൾ ചൊവ്വാദോഷം, പെണ്ണിൻ്റെ കല്യാണം മുടക്കി, ഇത് കോമൺ ആയിട്ട് പറയും. അപ്പോൾ എല്ലാവർക്കും നോക്കുമ്പോൾ ചൊവ്വാദോഷം പറയുന്നുണ്ട് ജ്യോതിഷന്മാർ. പക്ഷെ അതിൻ്റെ ബാക്കി ആംഗിളുകൾ ആരും നോക്കുന്നില്ല. ഇതിന് വേറെ ആംഗിളുകളുണ്ട്. ഇത്രയേ ഉള്ളൂ അതിനകത്ത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.